ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാൻ മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാമനയുടെ സംസ്കാര ചടങ്ങുകൾ തുടരുന്നു. ചടങ്ങുകളുടെ ഭാഗമായുള്ള വിലാപയാത്ര ഇന്ന് തുടങ്ങും. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 1 കോടിയോളം ആളുകൾ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ എത്തും എന്നതാണ് അധികൃതർ പ്രതീക്ഷിക്കുന്നത്. അനുരഞ്ജന കൃഷ്ണ ചേരുന്ന വിവരങ്ങളുമായി. അനുരഞ്ജന, ഏതായാലും 4 മാസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഖമനയുടെ സംസ്കാര ചടങ്ങുകൾ തുടരുകയാണ്. ഇന്ന് വിലാപയാത്രയ്ക്ക് ഇന്ന് തുടക്കമാവുകയാണ്. നമുക്കറിയാം, ലക്ഷക്കണക്കിന് ആളുകൾ, കോടിയോളം ആളുകളാണ് ഇത്തരത്തിൽ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ എത്തും എന്ന പ്രതീക്ഷയാണ് ഉള്ളത്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? ദീപ്തി, ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാന്റെ മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ സംസ്കാര ചടങ്ങുകൾ ഇറാനിൽ പുരോഗമിക്കുകയായിരുന്നു. സംസ്കാര ചടങ്ങുകളുടെ ഭാഗമായി നടക്കുന്ന വിലാപയാത്രയ്ക്ക് ഇന്ന് ഇറാനിൽ തുടക്കമായിരിക്കുകയാണ്. ചടങ്ങുകളിലേക്ക് ഇറാനിൽ നിന്ന് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 1 കോടിയിലധികം ആളുകൾ പങ്കെടുക്കുമെന്നാണ് ഇറാൻ അധികൃതർ പ്രതീക്ഷിക്കുന്നത്. രാജ്യത്തിൻ്റെ 5 നഗരങ്ങളിലായിട്ടാണ് ഈ വിലാപയാത്ര നടക്കുന്നത്. 5 നഗരങ്ങളിലായി നടക്കുന്ന വിപുലമായ വിലാപയാത്ര ചടങ്ങുകൾക്ക് ശേഷം ജൂലൈ 9 അലി ഖമനേയിയുടെ ജന്മ സ്ഥലമായ മഷാദിലെ ഇമാം റിസ മസ്ജിദിലാണ് ഭൗതിക ശരീരം അടക്കം ചെയ്യുക. ഈ ഭൗതിക ശരീരം അടക്കം ചെയ്യുന്നതോടുകൂടിയാണ് ഈ സംസ്കാര ചടങ്ങുകൾക്ക് അവസാനമാകുക. ശനിയാഴ്ചയാണ് ഖമനേയിയുടെ സംസ്കാര ചടങ്ങുകൾക്ക് തുടക്കമായത്. 1 കോടിയിലധികം ആളുകൾ ഈ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കും എന്നുള്ളൊരു വിലയിരുത്തലിലാണ് അധികൃതർ. ഇന്നലെ ടെഹ്റാൻ ഗ്രാൻഡ് മൊസല്ലയിൽ പൊതുദർശനം നടത്തിയിരുന്നു. അതിനുശേഷം ഇന്നാണ് വിലാപയാത്രയായി ഇറാന്റെ നഗരവീഥികളിലേക്ക് ഈ സംസ്കാര ചടങ്ങുകളുടെ ഭാഗമായുള്ള മറ്റ് വിലാപയാത്രാ ചടങ്ങുകളൊക്കെ തന്നെ നടക്കുന്നത്. അതിനുശേഷം പൊതുദർശനത്തിന് ശേഷമാണ് ബുധനാഴ്ച നടക്കുന്ന കർബല നഗരത്തിൽ നടക്കുന്ന വിലാപയാത്രാ ചടങ്ങുകൾക്ക് ശേഷമാണ് വ്യാഴാഴ്ച മാഷഹദിൽ ഖബറടക്കം നടക്കുക. അദ്ദേഹത്തോടൊപ്പം ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മൂത്ത മകൾ, മരുമകൻ, പുതിയ പരമാധികാരിയുടെ ഭാര്യ എന്നിവരുടെ മൃതദേഹങ്ങളൊക്കെ തന്നെ ഖമനേയിയുടെ മൃതദേഹത്തോടൊപ്പം തന്നെ സംസ്കരിക്കാനുള്ള ചടങ്ങുകളൊക്കെ തന്നെ നടക്കുന്നുണ്ട്. ചടങ്ങുകളുടെ ഭാഗമായി കനത്ത സുരക്ഷയാണ് ഇറാൻ ഒരുക്കിയിരിക്കുന്നത്. പല റോഡുകളും അടയ്ക്കുകയും വ്യോമപാതയിൽ കനത്ത നിയന്ത്രണം ഏർപ്പെടുത്തുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. 35 ഡിഗ്രി സെൽഷ്യസ് ചൂടുള്ളത് കൊണ്ട് തന്നെ ഈ ചൂട് പരിഗണിച്ചുകൊണ്ട് റോഡുകളിൽ തണുപ്പിക്കാൻ വാട്ടർ ടാങ്കറുകളും ഇറാൻ വിന്യസിച്ചിട്ടുണ്ട്. ഒട്ടനവധി ജനങ്ങൾ എത്തുന്ന ഒരു ചടങ്ങായതുകൊണ്ട് തന്നെ തിക്കിലും തിരക്കിലും പെട്ട് ഒരുപാട് അപകടങ്ങൾ നടക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് തന്നെ അതിൻ്റേതായ മുന്നറിയിപ്പുകളൊക്കെ തന്നെ ഇറാൻ അധികൃതർ നൽകിയിട്ടുണ്ട്. ഈ ആളുകൾ കൂടുന്നതിനിടയിൽ കനത്ത ചൂടും കൂടെ പ്രശ്നമായതുകൊണ്ടാണ് ഈ കനത്ത ചൂട് പരിഗണിച്ചുകൊണ്ടുള്ള റോഡുകൾ തണുപ്പിക്കാനുള്ള വാട്ടർ ടാങ്കറുകളൊക്കെ തന്നെ വിന്യസിച്ചിട്ടുള്ളത്. അതുകൂടാതെ ചടങ്ങിൽ അപകടങ്ങൾ ഒഴിവാക്കാനുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ തന്നെ ഇറാൻ ടെലിവിഷൻ നൽകിയിട്ടുണ്ട്. ചടങ്ങിൽ ഒട്ടനവധി നേതാക്കളും പല രാജ്യത്തു നിന്നുള്ള നേതാക്കളും ഒക്കെ തന്നെ പങ്കെടുക്കും. നിലവിൽ യുദ്ധത്തിന് താൽക്കാലിക വിരാമമുണ്ടെങ്കിലും ഇറാൻ ഇസ്രായേൽ അമേരിക്ക സംഘർഷത്തിലൊക്കെ തന്നെ നിലവിലൊരു താൽക്കാലിക വിരാമമുണ്ടെങ്കിലും ഈ ഇറാൻ മുൻ പരമോന്നത നേതാവ് ഖമനേയിയുടെ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നതിനിടയിലും വിവാദ പരാമർശങ്ങളൊക്കെ തന്നെയായിട്ട് അമേരിക്കയുടെ നിലവിലെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരുന്നു. ഈ സംസ്കാര ചടങ്ങുകളുടെ ഭാഗമായി ഇത് നടക്കുന്നത് കൊണ്ട് തന്നെ ഒരു അവധി, ഇറാൻ അമേരിക്ക സംഘർഷത്തിൽ തങ്ങളൊരു അവധി നൽകിയിരിക്കുകയാണെന്നും ഈ സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം തങ്ങൾ വീണ്ടും യുദ്ധം പുനരാരംഭിക്കും എന്നുള്ളൊരു പരിഹാസമൊക്കെയാണ് ഡൊണാൾഡ് ട്രംപ് ഇറാന് നേരെ പ്രഖ്യാപിച്ചിരുന്നത്. അതുമാത്രമല്ല, തങ്ങളുടെ ശത്രുക്കളായ നേതാക്കളൊക്കെ തന്നെ ഇപ്പോൾ സംസ്കാര ചടങ്ങുകളുടെ ഭാഗമായി ഇറാനിലുണ്ടെന്നും ഇപ്പോൾ അവർക്ക് നേരെ ഒരു ആക്രമണം നടത്താൻ പറ്റിയ സാഹചര്യമാണ് എന്നുള്ള വിവാദ പ്രസ്താവനകളൊക്കെ തന്നെ ഡൊണാൾഡ് ട്രംപ് ഈ സാഹചര്യത്തിൽ പറയുകയുണ്ടായി. അതൊക്കെ തന്നെ വലിയ ഒരു ചർച്ചയ്ക്കാണ്, വിവാദപരമായൊരു കാര്യങ്ങൾക്കാണ് വഴി തുറന്നിട്ടുണ്ടായിരുന്നത്. അതുമാത്രമല്ല, നിലവിലെ ഇറാൻ്റെ നേതാവായ മുജ്തബ ഖമേനി ഈ സംസ്കാര ചടങ്ങുകളുടെ ഭാഗമാകാത്തത് വലിയൊരു ചർച്ചകൾക്കാണ് വഴി തെളിക്കുന്നത്. ഒരു സംസ്കാര ചടങ്ങുകളിലും ഇതിനു മുമ്പ് നടന്ന ഇതുമായി ബന്ധപ്പെട്ട ചടങ്ങുകളിലൊന്നും തന്നെ ഇദ്ദേഹം പങ്കെടുക്കാത്തത്, ഖമേനിയുടെ പിൻഗാമിയും മകനുമായ മുജ്തബ ഖമേനി പങ്കെടുക്കാത്തത് എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിൻ്റെ
അസാന്നിധ്യം വലിയൊരു ചർച്ചയ്ക്കാണ് വഴി വെച്ചിരുന്നത്. ഞായറാഴ്ച കഴിഞ്ഞ ദിവസം ടെഹ്റാനിൽ നടന്ന ചടങ്ങിലും അലി ഖമനയുടെ മറ്റ് 3 മക്കളും പങ്കെടുത്തെങ്കിലും ഇദ്ദേഹം ഈ മുജ്തബ ഖമനയി മാത്രം പങ്കെടുത്തിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യം, അദ്ദേഹം എവിടെയാണ് എന്നുള്ള ചോദ്യങ്ങളൊക്കെ തന്നെയാണ് ഉയർന്നു വന്നിരുന്നത്. ഇതിനെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ തന്നെ വീണ്ടും സജീവമായിരിക്കുകയാണ്. ഇക്കഴിഞ്ഞ മാർച്ചിലാണ് മുജ്തബ ഖമനയി ഇറാൻ്റെ പുതിയ നേതാവായി ചുമതലയേറ്റിരുന്നത്. അതിനുശേഷം തന്നെ അദ്ദേഹം ഒരു പൊതുവേദികളിലും പ്രത്യക്ഷപ്പെട്ടിട്ടില്ല എന്നുള്ളതും സംശയം ഉളവാക്കുന്നൊരു കാര്യമാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹം ഇത്തരത്തിൽ ഈ ചടങ്ങുകളിൽ പങ്കെടുക്കാത്തത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ തന്നെ ഉയരുമ്പോഴും അത് അദ്ദേഹവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്നാണ് അതുമായി ബന്ധപ്പെട്ട മറുപടി തരേണ്ടത് എന്നാണ് അധികൃതർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ അവിടെ നിന്നൊരു മറുപടി, ഇദ്ദേഹം എവിടെയാണ്, എന്തുകൊണ്ടാണ് പിതാവിൻ്റെ ഈ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാത്തത് എന്നുള്ളതിൽ നിന്നൊന്നും ഇതുവരെ ഒരു വ്യക്തത ലഭിച്ചിട്ടില്ല. എന്തായാലും 4 മാസങ്ങൾക്ക് ശേഷം നടക്കുന്ന ഖമനയുടെ സംസ്കാര ചടങ്ങുകളുടെ വിലാപയാത്ര ഇന്ന് ആരംഭിക്കുകയാണ്. ജൂലൈ 9 ഖബറടക്കം നടക്കുന്നതോടെ ഈ സംസ്കാര ചടങ്ങുകൾ അവസാനിക്കും. ദീപ്തി. ശരി, വ്യക്തമാണ്. അനുരഞ്ജന കൃഷ്ണയാണ് വിവരങ്ങൾ നൽകിയത്.